ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു എന്ന് തോന്നുന്നു ഇവിടെ സങ്കീർത്തനം പ്രബോധിപ്പിച്ചത്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി നമ്മളെ ഓരോരുത്തരെയും ആക്കി വെച്ച് ഇരിക്കുന്നു. ഇന്ന് നമുക്ക് തന്ന ഈ സങ്കീർത്തനം 25, സാധാരണ എല്ലാ പ്രാവശ്യവും ദൈവം സങ്കീർത്തനം തന്നിട്ട് അതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷന് വേണ്ടി ചില വേദഭാഗങ്ങളിലോട്ട് അടിയനെ നടത്തുവാണ് സാധാരണ ചെയ്യുന്നത്. ഇന്ന് ഈ സങ്കീർത്തനം അടിയന് തന്നപ്പോൾ സംസാരിക്കാനുള്ള, അല്ല ദൈവം പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില വേദഭാഗങ്ങളെ ആദ്യം തന്നിട്ട് അതിനെ കണക്റ്റ് ചെയ്യുന്ന, അതിനെ ബാക്ക് ചെയ്യുന്ന സങ്കീർത്തനം പിന്നീടാണ് എനിക്ക് തന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് വ്യക്തമായി സംസാരിക്കുവാനുണ്ട്. ദൈവം നമ്മളെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത് വളരെ വ്യക്തമായ പർപ്പസോടു കൂടിയാണ്. ദൈവത്തിന് പർപ്പസുണ്ട്. പലപ്പോഴും സാത്താൻ ആ പർപ്പസ് നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്ത്, അല്ലെങ്കിൽ അത് യഥാർത്ഥമായ ആ ഒരു ഉദ്ദേശത്തിലോട്ട് നമ്മളെ മനസ്സിലാക്കിപ്പിക്കാതെ, കൊണ്ടുചെന്നെത്തിക്കാതെ ഒരു മൗഢ്യമായ ഒരു രീതിയിൽ നമ്മുടെ കാലങ്ങളെ ഇങ്ങനെ പോകുവാൻ സാത്താൻ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. യഥാർത്ഥമായി ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നമ്മുടെ ഓരോ സമയവും, ഓരോ നിമിഷവും, ഓരോ ദിവസവും നമ്മൾ വളരെ ഉത്സാഹത്തോടെയും വളരെ കെയർഫുള്ളായും തന്നെ നമ്മൾ ആ ജീവിതം ഓരോ ദിവസവും നയിക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ വാക്യം, അല്ലെങ്കിൽ ഈ ഒരു സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് തന്നെ അതിൻ്റെ ടൈറ്റിലിൽ കാണുന്നു. ഈ ദാവീദ് വളരെ ആത്മാർത്ഥമായി തന്നെ, വളരെ ആവശ്യബോധത്തോടെയും വളരെ ആഗ്രഹത്തോടെയും ദൈവത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് അപേക്ഷിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ ആകെത്തുക നമ്മൾ നോക്കുമ്പോൾ ദൈവത്തോടുകൂടെ പറ്റിയിരുന്ന് ദൈവത്തിൻ്റെ ആ വഴിയിൽ തന്നെ നടന്ന് എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും പാപങ്ങൾ ഈവൻ പാസ്റ്റിലുണ്ടെങ്കിൽ പോലും ഒരു പാപത്തിൻ്റെ അവസ്ഥ വരാതെ ദൈവത്തിൽ മാത്രം പ്രത്യാശ വച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ദൈവം ദാവീദിനെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ നന്മയുണ്ട്, ദൈവത്തിൻ്റെ ഗൈഡൻസ് ഉണ്ട് എന്നുള്ള പരിപൂർണ വിശ്വാസത്തിൽ ഉറച്ചിട്ട് ദൈവം ദാവീദിന്, അല്ലെങ്കിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ശത്രുക്കളിൽ നിന്നൊക്കെ വിടുവിക്കണമേ. ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, ചില പ്രൊട്ടക്ഷൻസ്, ചില കാര്യങ്ങൾ ദാവീദ് വ്യക്തമായി ദൈവത്തോട് ചോദിക്കുന്നു. അപ്പോൾ ആ സങ്കീർത്തനം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ദാവീദും ദൈവവുമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ബന്ധം, ദാവീദിന് ദൈവത്തിലുള്ള ഭയങ്കര ഒരു പ്രത്യാശയും ഒരു ഡിപ്പെൻഡൻസിയും, ആ ദൈവത്തിൻ്റെ ട്രാക്കിൽ തന്നെ ആയിരിക്കുവാനുള്ള ദാവീദിൻ്റെ ആഗ്രഹവും, ദാവീദിന് ദൈവത്തിലുള്ള വലിയ എക്സ്പെക്റ്റേഷൻ, വലിയ പ്രത്യാശ. ദാവീദിന് വ്യക്തമായി അറിയാം, ശത്രുക്കളിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ ദൈവം ദാവീദിനെ സഹായിച്ച് തന്നെ പറ്റൂ, വിടുവിക്കുമെന്ന് തന്നെ ദാവീദ് ഉറച്ചു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആ സങ്കീർത്തനം മൊത്തത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ
അപ്പോൾ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ളൊരു ആശയമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ലജ്ജിച്ചു പോകരുതേ, എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കിൽ പ്രത്യാശ വെക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദാവീദിന് ദിവസം മുഴുവൻ പ്രത്യാശ വെക്കാൻ പാകത്തിന് ദാവീദിന് ഉള്ളത് ദൈവമാണ്. ദാവീദ് മൊത്തത്തിൽ ദാവീദിന്റെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നമുണ്ട്. ഏതൊരു പർട്ടിക്കുലർ സന്ദർഭത്തിലാണ് ഇത് എഴുതിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ദാവീദിന്റെ ജീവിതത്തിൽ ആ ഒരു അഭിഷേകം തല വീണ സമയം മുതൽ ദാവീദിന് പ്രശ്നങ്ങളുണ്ട്. കുറച്ച് സമയത്തൊക്കെയാണ് വലിയ പ്രശ്നം ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോയിട്ടുള്ളൂ. എന്നാലും പ്രശ്നമുണ്ട്. ദാവീദ് രാജാവായതിനു ശേഷവും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഏത് സന്ദർഭത്തിലാണ് ഈ ഒരു സങ്കീർത്തനം ചമച്ചത് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റില്ലെങ്കിലും ദാവീദിന്റെ ജീവിതം മുഴുവൻ, ദാവീദിന്റെ ത്രൂ ഔട്ട് ജീവിതത്തിൽ മുഴുവൻ ദാവീദ് അഡോപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ദാവീദ് ഫോളോ ചെയ്തൊരു പാറ്റേൺ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ദാവീദിന്റെ മൊത്തം ഡിപ്പെൻഡൻസ്, ദാവീദ് ശത്രുക്കളിൽ നിന്ന് വിടുവിക്കപ്പെടുവാനും ദാവീദിന് ദൈവത്തിന് വ്യക്തമായി അറിയാം ദൈവത്തിന്റെ പാതയിൽ തന്നെ നടന്നേ പറ്റൂ, അല്ലെങ്കിൽ നടക്കണമേ എന്നുള്ള യഥാർത്ഥമായ ആഗ്രഹം ആ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. അപ്പോൾ ദൈവത്തിന്റെ തന്നെ പാതയിൽ അവന്റെ സത്യത്തിൽ തന്നെ നടത്താൻ ദാവീദിന്റെ യഥാർത്ഥമായ ഒരു ഈഗർനെസ് അവിടെ നമ്മൾ കാണും. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ അതിന് ശേഷമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പാപത്തിന്റെ അല്ലെങ്കിൽ ആ ബാല്യത്തിലെ പാപങ്ങളെ എൻ്റെ ലംഘനം ഓർക്കരുതേ. അതായത് നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഇങ്ങനെ കറന്റ്ലി ഓക്കെയാണ് ദാവീദ്, അതിലെ പ്രത്യേകിച്ച് പാപം ഒന്നും ഏറ്റു പറയാൻ പാപത്തിന് ദാവീദിന്റെ ജീവിതത്തിലില്ല. പക്ഷേ ദാവീദ് ചിന്തിക്കുക, ഒരു പക്ഷേ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങൾ എന്നെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ അതിങ്ങനെ എന്നെ ചേസ് ചെയ്താലോ. ഒരു പക്ഷേ ദാവീദ് അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കാം പറയുന്നത്, ബാല്യത്തിലെ പാപങ്ങളെ പോലും ഓർക്കല്ലേ. അതായത് ദൈവവുമായിട്ട് ആ ഒരു പ്യുവറായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ പ്യൂരിറ്റി ദാവീദിന് അത് കീപ്പപ്പ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം നമുക്ക് ഈ വേദഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ ദൈവം ദാവീദിനൊരു വലിയ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാതകളിൽ തന്നെയാണ് ഒരു വ്യക്തി യഥാർത്ഥമായി ആശ്രയിക്കുന്നുവെങ്കിൽ, അവന് 13-ാം വാക്യത്തിലൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും, യഹോവയുടെ സഹിത്വം അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിന് വ്യക്തമായി അറിയാം ദൈവവുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അനുഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസ് ഉണ്ടാകും, അതിനൊരു ഡൗട്ടുമില്ല. അപ്പോൾ ദാവീദിന്റെ ആ ഡിപ്പെൻഡൻസി മൊത്തമാണ് അതിനുശേഷമുള്ള പ്രത്യേകിച്ച് 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അതുപോലെ നമ്മൾ താഴോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശത്രുക്കളിൽ നിന്ന് ഉള്ള വിടുതൽ, ദുഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതൽ ശരിക്കും അതിന് ശേഷമുള്ള ആ ഒരു പ്രാർത്ഥനയിൽ, ദാവീദിന്റെ ആ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ ദാവീദാണ്, അല്ലെങ്കിൽ ദാവീദ് ശത്രുക്കളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി ദാവീദ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി സ്വന്തം കയ്യിലല്ല. അവൻ അല്ലെങ്കിൽ രാജാവാണ്, അല്ലെങ്കിൽ അവൻ്റെ ബലമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ വേണമെങ്കിൽ സ്ട്രാറ്റജിയൊക്കെ എടുക്കാം. പക്ഷേ ദാവീദ് അങ്ങനെ അല്ല. ദാവീദ് എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചാണ്. യഥാർത്ഥമായി ദാവീദ് ദൈവത്തെയാണ് ആശ്രയിക്കുന്നത്. ശത്രുക്കളിൽ നിന്നുള്ള വിടുതൽ, അല്ലെങ്കിൽ ദാവീദിന് വലുതും ചെറുതുമായുള്ള എല്ലാ കാര്യങ്ങളും വേറെ നമുക്കറിയാലോ, ദാവീദ് എപ്പോഴും യഹോവയെ അവൻ്റെ മുമ്പിൽ തന്നെ വെച്ചേക്കുക.
മുമ്പിൽ തന്നെ വെച്ചേക്കുക. എല്ലാ കാര്യം കൺസൾട്ട് ചെയ്യുന്നത് ദൈവമായിട്ടാണ്. അതനുസരിച്ച് അവർ തീരുമാനം എടുക്കുന്നത്, അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ ഒരു ബന്ധത്തിൽ ദൈവം ദാവീദിനെ നടത്തുകയും അപ്പോൾ ദാവീദിനെ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഒരു കാര്യം ഇവിടെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 8-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു വാക്യമാണ്, യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം ഈ വാക്യത്തെ ബേസ് ചെയ്ത്, ഈ വാക്യത്തെ ബേസ് എങ്ങനെയാണ് ദൈവം പാപികളാകുന്ന പാപികളെ നേർവഴി നടത്തുന്നത് എങ്ങനെ പ്രാക്ടിക്കലി എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് എന്നോട് അത് ശക്തമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ വാക്യം അല്ലെങ്കിൽ ഈ ഒരു സംഭവം എനിക്ക് തന്നത്. ഈ സങ്കീർത്തനം അതിനെ കണക്ട് ചെയ്തു. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് വീണ്ടും മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷം 16:17. യേശു അവനോട്, ബെർയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സങ്കീർത്തനം പ്രബോധിപ്പിച്ചപ്പോഴും ഈ ബൈബിൾ സ്റ്റഡി ഞാൻ എടുക്കുന്ന ടൈമിൽ അവസാനിക്കുന്ന സമയത്തൊക്കെയും ഈ ഒരു വേദഭാഗം പരിശുദ്ധാത്മാവ് അധികമായി ഞാൻ റിപ്പീറ്റഡ്ലി അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഇന്ന് ആ ഒരു ആശയമേ അല്ല, വേറൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും അത് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. യേശു ആര് എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ പത്രോസ് പറയുന്ന, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അതിനുശേഷം യേശു ശീമോൻ പത്രോസിനോട് വളരെ പർട്ടിക്കുലർലി പറയുന്ന വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 17-18 വാക്യങ്ങൾ. ഇവിടെ യേശു ശീമോനെ വിളിക്കുന്നത് ഒരു പ്രത്യേകമായ ഒരു രീതിയിലാണ്. ബർയോന ശീമോനെ, യോനയുടെ മകനായ ശീമോനെ. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ലീഗൽ മാറ്റേഴ്സിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലീഗൽ മാറ്റേഴ്സിനകത്തൊക്കെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണ് വർഗീസ് ചാണ്ടിയുടെ മകൻ സോനു വർഗീസ് എഴുതും. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും അങ്ങനെ എഴുതും, ഇന്ന ആളുടെ മകൻ, ഇന്ന വ്യക്തി. അതായത് ഒരു കാരണവശാലും പേര് ആൾ മാറിപ്പോരുത്. ആളെ പർട്ടിക്കുലർലി ഫോക്കസ് ചെയ്ത് അതാണ് എൻ്റെ അർത്ഥം. ഇന്ന ആളുടെ മകൻ ഇത്ര വയസ്സെന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ബർ യോന ശീമോനെ, യോനയുടെ മകനായ ശീമോനെ എന്ന് പറഞ്ഞിട്ട് യേശു പറയുന്ന കാര്യമാണ്, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രയും നിനക്കിത് വെളിപ്പെടുത്തിയത്. അടുത്ത വാക്യം നമ്മൾ കാണുന്നത്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയും. ശരിക്കും ഈ ട്രാൻസ്ലേഷനിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ലേഷനിൽ പോലും സാത്താൻ കയറി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് വളരെ പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അതായത് ട്രാൻസ്ലേഷനിൽ ആ ബൈബിൾ ട്രാൻസ്ലേഷൻസിൽ, കാരണം യേശു പത്രോസ് എന്ന വ്യക്തിയെ വളരെ പർട്ടിക്കുലർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പിന്നെയും അയാളുടെ പേര് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ശരിയല്ലേ? നോർമൽ കോമൺ ലോജിക്കിൽ നമ്മൾ ഗ്രീക്ക് ബൈബിളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്ത വാക്യം 18-ാം വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഗ്രീക്ക് വാക്ക് നീ പത്രോസ് ആകുന്നു. അതിനകത്ത് ഗ്രീക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പെട്രോസ്, ആ പെട്രോസ് എന്നുള്ള പദമാണ് അവിടെ കാണുന്നത്. അതായത് നമ്മൾ അതിനെ, അതായത് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നാൽ, ബെറിയോന ശിമോനെ നീ ഭാഗ്യവനൊക്കെ പറഞ്ഞ ശേഷം 18-ാം വാക്യം നമുക്ക് ചിന്തിക്കാം. നീ പാറ കഷ്ണമാകുന്നു. ശ്രദ്ധിക്കണേ, പത്രോസ് എന്നുള്ള ആ ഒരു വ്യക്തിനെ കുറിച്ച് അവിടെ ഒന്നും പറയുന്നില്ല എന്ന് കുട്ടിക്കോ, ഒന്നും പറയുന്നില്ല. പത്രോസ് എന്നുള്ള വാക്യം അയാളെ ഉദ്ദേശിച്ചത് അതിന് മുമ്പത്തെ വാക്യത്തിലുണ്ട്, വളരെ വ്യക്തമായിട്ടുണ്ട്. അടുത്ത് 18-ാം വാക്യത്തിൽ പത്രോസ് എന്നുള്ള പേരെന്നുള്ള സാധനത്തിന് അതിനൊരു പ്രാധാന്യമില്ല, ഒരു പ്രശ്നമാണ്. അത് അങ്ങനെ പത്രോസ് എന്നുള്ള അതായതുകൊണ്ട് എങ്ങനെയോ നമ്മുടെ തലയിൽ അങ്ങനെ വന്ന് കയറിയേക്കണം. നീ പാറക്കഷ്ണമാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഓക്കെ, അവിടെ പത്രോസ് എന്നുള്ള വ്യക്തി ആ ഒരു പേരെന്നുള്ള കൺസെപ്റ്റ് മാറ്റിയാരെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക, അത് ശരിയുമാണ്. ഗ്രീക്കിൽ നോക്കുമ്പോൾ യു ആർ പെട്രോസ് അപ്പോൺ ദിസ് പെട്ര, നീ പാറ കഷ്ണമാകുന്നു ഈ പാറമേൽ. ഇനി അത് ആ പദത്തിൻ്റെ അർത്ഥം, പെട്രോസ് എന്നുള്ള പദം അല്ലെങ്കിൽ കല്ല്, സ്റ്റോണ്, ഒരുപക്ഷെ നമുക്ക് എടുത്ത് എറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്റ്റോൺ, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം. അത് കണക്റ്റഡ് അല്ല, അത് ഡിറ്റാച്ച്ഡ് ആയ ചെറിയ സ്റ്റോൺ, അല്ലെങ്കിൽ അത് വെച്ച് ബിൽഡിങ് പണിയാം, അങ്ങനെയൊക്കെ സാധനം. ഇനി പെട്ര എന്ന് പറഞ്ഞ വാക്യം, ഈ പാറ എന്ന് പറഞ്ഞ സാധനം, ഈ ഭൂമിയിൽ നിന്ന് തന്നെ പൊങ്ങി വന്നേക്കുന്ന, കണക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഭൂമിയുടെ തന്നെ അതിഭീകരമായ ഈ കരിങ്കൽ കാറ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ചില നാട്ടിലൊക്കെയും ചില സ്ഥലങ്ങളിലൊക്കെ പാറ കുന്നുകളുണ്ട്, അതിഭയങ്കരമായ പാറയുണ്ട്, അവിടെ ഒന്നും സാധനം വളരുമൊന്നുമില്ല, അതായത് പക്ക പാറയാ, കറുത്തിരിക്കും. അതുപോലത്തെ ഒരു കാര്യമാണ് പെട്ര, അല്ലെങ്കിൽ ഈ പാറമേൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് അടുത്ത കുറച്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്ന ചില കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണെന്ന് മനസ്സിലാവും. യേശു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അത് നമുക്ക് ഉടൻ തന്നെ മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യേശു ആകുന്ന പാറമെന്ന് വെച്ചാൽ അങ്ങനെ കൺസിഡർ ചെയ്തോണേ, വലിയ പാറ കുന്നുപോലത്തെ വലിയ, അതായത് വലിയ പാറയുടെ, അതായത് ഇങ്ങനെ പാർട്ടായിട്ട് ചിതറിക്കിടക്കുന്ന കരിങ്കൽ കൂമ്പാരമൊന്നുമല്ല, പക്ക റോക്ക്, വലിയ ഭൂമിയിൽ നിന്ന് പൊങ്ങി വന്നേക്കുന്ന കുന്നുപോലത്തെ അല്ലെങ്കിൽ പാറ പോലത്തെ, അതുപോലത്തെ ഒരു സാധനം. അപ്പോൾ യേശു സഭയെ പണിയുന്നത് യേശു ആകുന്ന അതുപോലത്തെ പാറമേൽ, ഈ പാറ കഷ്ണങ്ങളൊക്കെ പ്രോപ്പറായി അടുക്കി വെച്ച് ആങ്കർ ചെയ്ത്, അല്ലെങ്കിൽ അതുമായി ചേർന്ന് വൺസ് ഇത് പണിത് കഴിഞ്ഞാൽ, ഈ നമുക്ക് കണ്ടിട്ടില്ലേ ചില വലിയ പഴയ കരിങ്കൽ അല്ലെങ്കിൽ വലിയ കൊട്ടാരങ്ങൾ, അല്ലെങ്കിൽ അതുപോലത്തെ വലിയ സ്ഥലങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് ഇത് വൺസ് ഇത് പണിത് കഴിഞ്ഞാൽ, ഒരു പാറയുടെ പൊക്കത്തിൽ, അല്ലെങ്കിൽ യേശു തന്നെ ഒരു വേറെ ഉപമ പറഞ്ഞായിരുന്നല്ലോ, പാറയിൽ അടിസ്ഥാനമിട്ട വീട്. കഴിഞ്ഞ ആഴ്ച കണ്ട് നമ്മുടെ ഇംഗ്ലീഷ് സർവീസിൽ ആൽബം പറയുകയും ചെയ്യുന്നു. ഓക്കെ, ഈ പാറയിൽ അടിസ്ഥാനമിട്ട ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ തലയിൽ കയറണം. ഇനി ഈ ചർച്ചിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അവിടെയും മലയാളത്തിൽ പാതാള ഗോപുരം എന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിൽ ഗേറ്റ്സ് ഓഫ് ഹേഡീസ്, പാതാളത്തിൻ്റെ വാതിലുകൾ അതിനെ ജയിക്കില്ല. അപ്പോൾ ഈ പത്രോസ്, ബെർയോന ശിമോൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർ, നമ്മുടെ ഒക്കെ പേര്, ഇന്ന ആളുടെ മകൻ, ഇന്ന ആൾ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ എടുക്കുക. നമ്മളൊക്കെ ഓരോ പാറ കഷ്ണമാണ്.
അപ്പം യേശുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ആ ചർച്ചിന്റെ കല്ലാണെങ്കിൽ നമ്മുടെ അഡ്വാൻറ്റേജ് എന്നാണെന്നറിയോ? നമ്മുടെ വലിയ കാര്യം എന്താണെന്നറിയാവോ? ഒരു കാരണവശാലും പാതാള ഗോപുരത്തിന് നമ്മളെ തൊടാൻ പോലും പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. പ്രൊവൈഡഡ് വി മസ്റ്റ് ബി ദ പാർട്ട് ഓഫ് ദാറ്റ് ചർച്ച്. ആമേൻ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആ പാറയുടെ ആമേൻ, ആ പാറയുടെ പാർട്ടായി അല്ലെങ്കിൽ പാറയിൽ കണക്റ്റഡ് ആയി പണിയപ്പെട്ട ചർച്ചിന്റെ മെമ്പേഴ്സ് ആണോ നമ്മള്? പാതാളത്തിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. യെസ്, ഇനി നമ്മൾ ആ പാറയുടെ കണക്റ്റഡ് അല്ല, അതിൽ നിന്ന് മാറിപ്പോയാലുണ്ടല്ലോ, ഇങ്ങനെ അസ്യൂം ചെയ്യുക വലിയൊരു കുന്നുപോലത്തെ ഒരു പാറയാണ്, ഒരു പാറക്കഷ്ണം അവിടെ നിന്ന് മാറിപ്പോയാൽ അത് ഇങ്ങനെ പിടിവിട്ട് ഇങ്ങനെ താഴോട്ട് പതിക്കുന്നത് പോലെ. യെസ്, നമ്മൾ ദൈവമാകുന്ന ആമേൻ ആ പാറയിൽ പണിത ചർച്ചിൽ നിന്ന് മാറിപ്പോയാൽ നമ്മൾ പോകുന്നതുണ്ടല്ലോ പാതാളത്തിന്റെ വായിലോട്ടാണ്. തട്ടിത്തെറിച്ച് പോകുന്ന ആ ഒരു പോക്കുണ്ടല്ലോ, ഓ ജീസസ്, അത് പാതാളത്തിന്റെ വായിലോട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. യെസ്, ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ആമേൻ, ഹല്ലേലൂയ, മെയിനായിട്ടുള്ള വാക്യം ഹല്ലേലൂയ, യഹോവ നമ്മളെ ഇവിടെ 8-ാം വാക്യം, യഹോവ നേരുള്ളവനും നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ പത്രോസിനോട് വ്യക്തമായി പറയാ, പത്രോസേ നീ പാറക്കഷ്ണമാണ്. യെസ് ആമേൻ, ഞാനാകുന്ന പാറയിൽ നീ കണക്റ്റഡ് ആയിട്ട് ആങ്കർ ചെയ്താൽ അത് ആ ചർച്ചായിട്ട് പണിയപ്പെട്, അതിൻ്റെ ഒരു പാർട്ടാ നീ. നമ്മൾ ഓരോരുത്തരോടും പറയുന്നതാ, യെസ് സോനുവേ, യെസ് നീയാ, യെസ് ആമേൻ യേശുവിൽ പണിയപ്പെട്ട ചർച്ചിൻ്റെ ഒരു മെമ്പറാ. ഓരോ വ്യക്തികളും യെസ് ആമേൻ അങ്ങനെ എടുക്കുക. യെസ് ആ പണിയപ്പെട്ട കണക്റ്റഡ് ആണ്. വി ആർ സോ സേഫ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. പക്ഷെ മാറിപ്പോയാൽ, ഒരു കഷ്ണമായിട്ട് എക്സിസ്റ്റൻസ് ഇല്ല പോവുകയാണെങ്കിൽ നേരെ പാതാളത്തിലോട്ടാണ് പോകണം. യെസ് ആമേൻ, യേശുവിൽ നിന്ന് ഡിറ്റാച്ച് ആയോ പോകുന്നത് യെസ് ആമേൻ പാതാളത്തിലോട്ട് തന്നെ. അത് എത്ര വലിയ ആളാണെങ്കിൽ, എത്ര കഴിവുള്ളവനാണെങ്കിലും. ഹല്ലേലൂയ. ഓ ജീസസ്. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് വേറൊരു ഭാഗം നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 2-ാം വാക്യം വായിച്ചട്ടെ. യോഹന്നാന്റെ സുവിശേഷം 21:2. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നദനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടവ് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, നമുക്ക് എല്ലാം അറിയാവുന്ന സ്റ്റോറിയാണ്. പക്ഷെ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതുകൊണ്ട്, പുതിയതായിട്ട് എന്നെ പഠിപ്പിച്ചതുകൊണ്ട്, സഭയോട് പറയുവാൻ പറഞ്ഞതുകൊണ്ട്, യെസ് എനിക്കും സഭയ്ക്കും ആവശ്യമുള്ളത് കൊണ്ട് യെസ് ഞാനിത് പറയുന്നു. ഹല്ലേലൂയ. 7 പേരല്ലേ ശിഷ്യന്മാരവിടെ നമ്മൾ എണ്ണം എടുക്കുകയാണെങ്കിൽ? 2-ാം വാക്യത്തിൽ പത്രോസ്, തോമസ്, നഥനയേൽ, യെസ് സെബദി മക്കള് യാക്കോബ്, യോഹന്നാൻ, പിന്നെ 2 ശിഷ്യന്മാർ. പേര് പറഞ്ഞിട്ടില്ല. 7 പേര്. അപ്പം മൊത്തം യേശുവിൻ്റെ ശിഷ്യന്മാർ ഇപ്പം എത്ര പേരുണ്ട്? 11 പേര്. യൂദാ ഓൾറെഡി പോയല്ലോ. അപ്പം അതിനകത്ത് 7 പേര് ഉണ്ട് ഈ കൂട്ടത്തിൽ. പിന്നെ ബാക്കി 4 പേരേ ഉള്ളൂ. 7 പേരും ഉണ്ട്, അതും പ്രധാനികൾ. യേശുവിൻ്റെ ഏറ്റവും അടുത്ത, യേശുവിൻ്റെ മാറത്ത് കിടന്ന യോഹന്നാൻ അടക്കം, യേശുവിൻ്റെ ഇന്നർ സർക്കിളിലുള്ള ടീംസ് അടക്കം എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം ഹല്ലേലൂയ, എല്ലാം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, യെസ് നമ്മൾ ഓർക്കണം, യെസ് യേശുവിൻ്റെ കൂടെ നടന്ന് കഴിഞ്ഞ 3.5 വർഷക്കാലം കൂടെ നടന്ന് ഹല്ലേലൂയ, കാനയിലെ യെസ് വെള്ളം വീഞ്ഞാക്കിയത് മുതൽ ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ് പിന്നെയും യെസ് പ്രത്യക്ഷമായി ഇവരെ യെസ് ആമേൻ ഉറപ്പിച്ച ആമേൻ അവസ്ഥ വരെ ഉണ്ടായിട്ടും യേശുവിൻ്റെ ഗ്ലോറി കണ്ട ശിഷ്യന്മാരിൽ യെസ് ആമേൻ ഹല്ലേലൂയ 3 പേരുണ്ട് ഇവിടെ. ഹല്ലേലൂയ. യെസ് ലാസറിനെ ഉയർപ്പിച്ച, മരിച്ചവനെ ഉയർപ്പിച്ച അവസ്ഥയിൽ യെസ് ആമേൻ വിറ്റ്നസ്സായ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഹല്ലേലൂയ. യെസ് ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ലാത്തപ്പോൾ യെസ് സമുദ്രത്തിൻ്റെ യെസ് ആമേൻ ഓടുന്ന യെസ് ആമേൻ സമുദ്രത്തിൽ കൂടെ പോകുന്ന ഫിഷിൻ്റെ ഉള്ളിൽ വായിൽ
യെസ്, ചതുരമ്മ പണമുണ്ടെന്ന് അറിഞ്ഞ് അത് പിടിപ്പിച്ച് അതെടുത്ത് കൊടുത്ത, എല്ലാം അറിയുന്ന, എല്ലാം കണ്ട, യെസ്, അനേക ഭൂതങ്ങളെ, യെസ്, അനേക വ്യാധികളെ, യെസ് ആമേൻ, യെസ് ഹല്ലേലൂയ, അന്ധന്മാരെ സൗഖ്യമാക്കിയ, കണ്ണ് നിർമ്മിച്ചു കൊടുത്ത് സൗഖ്യമാക്കിയ, എല്ലാം കണ്ട ശിഷ്യന്മാര്, ഓ എനിക്ക് ഈ ചർച്ച് വേണ്ട, യെസ് ആമേൻ, എനിക്ക് യേശുവിന്റെ പാർട്ടാകണ്ട എന്ന് പറഞ്ഞ് യെസ് ആമേൻ മാറിപ്പോയി. ആമേൻ. യെസ്, നമ്മൾ ഓർക്ക് ഇറ്റ്സ് സംതിങ് സിമ്പിൾ, ഇറ്റ്സ് നോട്ട് സംതിങ് ലൈക്ക് ദാറ്റ്. ഇത് സിമ്പിൾ അല്ല. സിമ്പിൾ അല്ല എന്ന് പറയാൻ കാരണം ഹല്ലേലൂയ, യെസ്, നിനവേലോട്ട് പോകാൻ പറഞ്ഞ യോന, യെസ്, അത് മാറി തർസീസിലോട്ട് പോയപ്പോ, യെസ്, ദൈവം അത് വലിയ പാപമായിട്ട്, വലിയ പ്രശ്നമായിട്ട് അവന്റെ തലയെ ചുമത്തിയെങ്കിൽ, ഹല്ലേലൂയ, യെസ് ആമേൻ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല എന്ന് പറഞ്ഞ് പത്രോസിനെതിരെ ഹല്ലേലൂയ, യെസ്, അതിന്റെ തുടക്കത്തിലെ മെയിൻ കല്ലാക്കി വെച്ചിട്ട് പത്രോസ് അത് വേണ്ട എന്ന് പറഞ്ഞ് മീൻ പിടിക്കാൻ പോയ ദൈവത്തിന്റെ കോടതിയിൽ നോട്ടത്തിൽ വലിയ പാപം തന്നെയാണ്. യെസ്, പ്രാക്ടിക്കലി വാട്ട് ദേ ആർ ഡൂയിങ്, they are detaching themselves from the church. ഓ ഹല്ലേലൂയ. എന്നിട്ട് എങ്ങോട്ടാ ഈ പോണേ? പാതാളത്തിന്റെ വായിലോട്ട്, പാതാളത്തിന്റെ വായിലോട്ട് തന്നെ. ഓ ജീസസ്. നമ്മൾ ഓർക്കും ഫിഷിങ്ങിന് പോയാലും മീൻ പിടിക്കാൻ പോകുന്നു പറഞ്ഞാൽ യെസ് അവൻ്റെ ജീവിത സന്ധാരണത്തിനൊക്കെ പോകുന്നു എന്ന് നമുക്ക് മാനുഷികമായ നമ്മുടെ ആംഗിളിൽ തലയിൽ തോന്നാമെങ്കിലും സ്പിരിച്വൽ റിലത്തിൽ they themselves detaching from Jesus and going yes their own way. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ വഴി പോവാ. It is not something that's silly. സ്പിരിച്വൽ റിലത്തിൽ വലിയ പ്രശ്നമാണ്. പോകുന്ന പോക്ക് പാതാളത്തിന്റെ വായിലോട്ട്. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. യെസ്, ദൈവം നമ്മളെ നേർവഴി നടത്തുമെന്ന് പറയുമ്പോണ്ടല്ലോ, ഹല്ലേലൂയ, യെസ്, പ്രാക്ടിക്കലി ഇങ്ങനെ കാണണം. ഇങ്ങനെ പാതാളത്തിലോട്ട് കൂപ്പുകുത്തിയ യെസ് 7 ശിഷ്യന്മാരെ ഇങ്ങനെ പൊക്കിയെടുത്ത് വരുന്ന അവസ്ഥയാണ് അടുത്ത വാക്യം നമ്മൾ കണ്ടത്. ഓ ഹല്ലേലൂയ. പുലർച്ചെ ആയപ്പോ 4-ാം വാക്യം, അടുത്ത വാക്യം കൂടെ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഈ കാര്യം, ഈ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും നല്ല ജ്ഞാനമുണ്ട്. നമുക്കറിയാം എന്താ നടന്ന സീക്വൻസ് അടക്കം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ഓരോ സ്റ്റെപ്പ് ബൈ വാക്യമായിട്ട് ഞാൻ പറയുന്നില്ല, സമയവുമില്ല. പ്രാക്ടിക്കലി ഡിറ്റാച്ചായി പാതാളത്തിലോട്ട് കൂപ്പുകുത്തിയ വ്യക്തികളെ ഓ അവൻ ഇറങ്ങി വന്ന് ഇങ്ങനെ പിടിച്ചതുപോലെ, ഓ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിലടക്കം യെസ് ആമേൻ. ഒരു പക്ഷേ യെസ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലടക്കം പലപ്പോഴും ദൈവത്തിൽ നിന്ന് യെസ് ആമേൻ മനഃപൂർവ്വം പറഞ്ഞു മാറിപ്പോയിട്ടും യെസ് എനിക്ക് ഈ പരിപാടി പറ്റില്ല, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഓടി ഒളിക്കാൻ ശ്രമിച്ചപ്പോഴും യെസ് ആമേൻ യേശു വിടില്ല. യെസ് ഹല്ലേലൂയ. ഓ യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ഹല്ലേലൂയ. യെസ്, നമ്മൾ ഓർക്കും യെസ് ആമേൻ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. യെസ് ആമേൻ പലപ്പോഴും യെസ് ഇതിന്റെ കാര്യങ്ങൾ ഗ്രഹിക്കാതെ യെസ് നമ്മൾ തന്നെ ഡിറ്റാച്ച് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് നടക്കുമ്പോ, ഓ പ്രിയ ദൈവമക്കളെ, യെസ് ആമേൻ തൊട്ടടുത്തുനിന്ന് യെസ് ആമേൻ വിളിക്കുക, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ട്. യെസ് എന്താണെന്നറിയാവോ? യെസ് ആമേൻ ഹല്ലേലൂയ. യെസ് വി ആർ തിങ്കിങ് വി ക്യാൻ ഡു യെസ് ആസ് വി വാണ്ട്, അല്ലെങ്കിൽ യെസ് വി വിൽ ഫൈൻഡ് ദ വേ, യെസ് വി നോ ഹൗ ടു ഹാൻഡിൽ ദി സിറ്റുവേഷൻ. അങ്ങനൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ യെസ് ആമേൻ പ്രിയ ദൈവമക്കളെ, നീ ഒരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ, ഇഫ് യു ആർ എ റിയൽ ചൈൽഡ് ഓഫ് ഗോഡ് ആൻഡ് യെസ് calling of God is in you, don't think you can simply execute the ideas that you want. You cannot. ദൈവം സമ്മതിക്കില്ലാന്നേ, ദൈവം സമ്മതിക്കത്തില്ല. അവർ രാത്രി മൊത്തം അധ്വാനിച്ചിട്ടും ഒരു യെസ് ആമേൻ ഒരു പരൽമീനെ പോലും കിട്ടിയില്ല. സാധാരണ കോമൺ സെൻസ് വെച്ച് നോക്കിയാൽ എന്തെങ്കിലും കിട്ടണ്ടല്ലേ? കിട്ടത്തില്ല.
ദൈവം അവിടെ കിട്ടാതിരിക്കാൻ പാകത്തിന് അവിടെ ചെയ്തിരിക്കും. കാരണം യഹോവ നല്ലവനും നേരുള്ളവനുമാ. യെസ്, നമ്മളെ ഓരോരുത്തരെയും നശിക്കുവാൻ വേണ്ടി അവൻ വിടത്തില്ല. പകരം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിട്ട് പ്രതികൂലങ്ങളിട്ട് പിന്നെയും മാനസാന്തരത്തിന്റെ പാതയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവൻ അവിടെ ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഓ ജീസസ്, ഓ ജീസസ്, ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും പ്രശ്നങ്ങളും പ്രതികൂലം വരുമ്പോൾ ഹല്ലേലൂയ, ദൈവം ഇതെന്താണ് അല്ലെങ്കിൽ പ്രശ്നം മാറാൻ പ്രതികൂലം മാറാൻ വേണ്ടി യെസ് ആമേൻ പ്രാർത്ഥിക്കുവാൻ യെസ് ആമേൻ ചാടി പുറപ്പെടാതെ പകരം ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ഓ ഹല്ലേലൂയ യെസ് താഴ്മയോടെ ഇരിക്കുന്നുവെങ്കിൽ വാട്ട് went wrong, എവിടെ തെറ്റി, എന്താണ് പ്രശ്നമെന്ന് യെസ് ആമേൻ ഹല്ലേലൂയ യഥാർത്ഥമായി അപ്പനോട് ചോദിപ്പാൻ തയ്യാറുണ്ടെങ്കിലുണ്ടല്ലോ യെസ് ആമേൻ ഹല്ലേലൂയ ദൈവം തിരിച്ച് നമ്മളെ യഥാർത്ഥമായ ഹല്ലേലൂയ അവന്റെ പാതയിൽ തന്നെ യെസ് ആമേൻ റീഇൻസ്റ്റേറ്റ് ചെയ്യും. ഹല്ലേലൂയ. യെസ്, തിരിച്ച ദൈവത്തിന്റെ ട്രാക്കിൽ തന്നെ കൊണ്ട് പറിച്ചാക്കും. പക്ഷെ ഒരു ജസ്റ്റ് വൺ തിങ് ഹല്ലേലൂയ, പലപ്പോഴും യെസ് നമ്മളിങ്ങനെ അത് മനസ്സിലാക്കാതെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഇല്ലാതെ പ്രശ്നം പ്രൊലോങ് ചെയ്ത് പോവുകയാണെങ്കിലുണ്ടല്ലോ, ദിസ് ഇസ് ദ റൈറ്റ് വേ, ദിസ് ഇസ് ദ റൈറ്റ് മെത്തേഡ്. കാരണം യഹോവ നല്ലവനും നേരുള്ളവനുമാ, പാപികളെ നേർവഴി കാണിക്കുന്നവനാ. യെസ്, ഹി ക്യാൻ സിംപ്ലി ഇഗ്നോർ യു, ഹി കാൻ ഡു ദാറ്റ്. യെസ്, നമ്മൾ വിചാരിക്കും യെസ് നമുക്കത് ടാക്കിൾ ചെയ്യാം. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. പ്രശ്നത്തിന് മുതലേ പ്രശ്നമായി യെസ് നമ്മളെ വിടാതെ അത് പിന്തുടരും. only one option. ഹല്ലേലൂയ. യെസ്, നമ്മൾ തന്നെ സെൽഫ് എക്സാമിൻ ചെയ്യണം. ദൈവം അപ്പോൾ പറയും, ദൈവം അവിടെ വ്യക്തമായി അവിടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. യെസ്, നമുക്ക് യെസ് ഹല്ലേലൂയ മുന്നോട്ട് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാര് ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് മാറി സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോൾ യെസ് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ ദാവീദ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? യെസ്, ദൈവം നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പാലിക്കണമേ. എന്തിനാ ദാവീദിന് ഇത്ര ഉറപ്പ്, എത്ര നിർബന്ധം? ഓ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് വേറൊരു വഴിയില്ല. നമുക്ക് നടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള കോഴ്സോ ഇഷ്ടപ്രകാരമുള്ള ജോലിയോ ഇഷ്ടപ്രകാരമുള്ള രീതിയിലൊന്നും പോകാൻ പറ്റില്ല. പ്രാക്ടിക്കൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല, ഇറ്റ്സ് എ ഫാക്ട് ആക്ച്വലി. യെസ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോട്ട് പോവോ? യെസ്, എന്നൊന്നും ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യക്തമായി ലോകസ്ഥാപനത്തിന് മുമ്പേ യെസ് സോനു എന്ന വ്യക്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ യെസ് സോനുയെ യെസ് ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. സോനു അത് ഫുള്ളി ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ സർദീസിലെ സഭയുടെ യെസ് ആമേ ദൂത് എനിക്കും കിട്ടും. യെസ്, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. യെസ്, അഖിലാണ്ടങ്ങളെ ഉണ്ടാക്കിയ ദൈവം യെസ് ആമേ നമ്മളെ യെസ് ഹല്ലേലൂയ. യെസ്, ഈ കൺസെപ്റ്റ് കൂട്ടിക്കോ. ആ ചർച്ചിൻ്റെ കല്ലുകളാണ് നമ്മൾ, യേശുവാകുന്ന പാറയിൽ പണിയപ്പെട്ട ചർച്ചിൻ്റെ കല്ലുകളാ. വെരി സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ സ്ഥലത്ത് പൊസിഷൻ ചെയ്ത കല്ലുകളാ. ഹല്ലേലൂയ. ഓ, അവിടുന്ന് ഡിറ്റാച്ച് ആയി പോയാ പാതാളത്തിൻ്റെ വായിലോട്ടാ പോണേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ ഓ ജീസ് പത്രോസിനെ പിന്നെയും ഉറപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സമയം നമുക്ക് അറിയാവുന്ന വാക്യമായതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് യെസ് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ യെസ് ഹല്ലേലൂയ നമുക്കറിയാം പത്രോസിനോട് എല്ലാം ഈ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. യേശു പ്രാതൽ കൊടുക്കുന്നു. യെസ്, കുറച്ച് കിട്ടിയ മീനിൽ നിന്ന് കുറച്ച് കൊണ്ടുവരാൻ പറയുന്നു. അതൊക്കെ കൊടുത്ത് അവരൊക്കെ പ്രാതൽ കഴിച്ചതിന് ശേഷം പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ എങ്ങനെ എഴുതിയേക്കണം അതൊന്ന് വായിക്കാം നമുക്ക്. 15-ാം വാക്യം 21 യോഹന്നാന്റെ സുവിശേഷം. പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. എങ്ങനെയാ യേശു ചോദിച്ചു? പിന്നെയും 10 എന്താ നമ്മൾ കണ്ടേ? ബ്രറിയോനാ ശീമോനെ. സെയിം ചോദ്യം ഇവിടെ ചോദിക്കുക, യോഹന്നാന്റെ മകനായ ശീമോനെ. ഓ ഹല്ലേലൂയ. ഇത് കണക്റ്റഡ് ആട്ടോ. ഹല്ലേലൂയ. യെസ്, യേശു എവിടെ തുടങ്ങിയോ അങ്ങോട്ട് തന്നെ കൊണ്ടുവരിക. യെസ്, വാട്ട് പർപ്പസ് ഹി ഹാസ് കോൾഡ് യെസ് പീറ്റർ. ആ സെയിം വേയിൽ യെസ് പത്രോസൊക്കെ വിട്ടിട്ട് കഴിഞ്ഞ ഇത്ര വർഷങ്ങൾ ഇങ്ങനെ നടന്ന് യെസ് വേണ്ടാന്ന് യെസ് കരുതി കൂട്ടി യേശുന്ന് ഡിറ്റാച്ച് ചെയ്ത് സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോൾ
യേശു ഇറങ്ങി വന്നിട്ട് പിന്നെയും ചോദിക്കുക, യോഹന്നാന്റെ മകനായ ശിമോനെ. ഓ ഹല്ലേലൂയ. നമ്മളോട് ഓരോരുത്തരും പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയിട്ട് പിന്നെയും യേശു വിളിക്കുമ്പോൾ ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ടാണ് ചോദിക്കുന്നത്. ഓ, ഇവിടെ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ശിമോൻ എന്ന് ചോദിക്കുന്നത് പോലെ നമ്മളോട് ഓരോരുത്തരും ഇന്നയാളുടെ മകനായ വ്യക്തിയെ. ഓ ജീസസ്, ഓ ഹല്ലേലൂയ. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, അതിനുശേഷം നിവിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ അത് ഓരോ സെൻറ്റൻസ് ബൈ അല്ലെങ്കിൽ വാക്യമായിട്ട് പോകാൻ സമയമില്ല. അതിനകത്തെ ആക്ച്വൽ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ ആക്ച്വലി ചോദിക്കുന്നത് ഡു യു ഹാവ് അഗപ്പെ എന്ന ചോദ്യം. ശരിക്കും ഡു യു ഹാവ് അഗപ്പെ? പത്രോസ് തിരിച്ചു പറയുന്നത് യെസ് ലോർഡ്, ഐ ഹാവ് ഫീലിയോ. നിനക്ക് എന്നോട് അഗപ്പയുണ്ടോ എന്ന് യേശു ചോദിക്കുമ്പോൾ പത്രോസ് തിരിച്ചു പറയുന്നതാ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അതിനകത്തൊരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്, അതിനകത്തൊരു തിയോളജിക്കൽ പ്രശ്നം അവിടെ കിടപ്പുണ്ട്. ആ കാര്യം എന്താന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈ 1 യോഹന്നാൻ 3:6 വായിച്ചേ. 1 യോഹന്നാൻ 3:6. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ്, അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. ഇനി സപ്പോസ് പാപം ചെയ്താലോ? ഔട്ട്, ടോട്ടലി ഔട്ട് എന്ന് മാത്രമല്ല, യേശുവായിട്ട് ഒരു ഇടപാടുമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞേ, പാപം ചെയ്ത ആ മൊമെന്റിൽ, നമ്മൾ ബൈബിൾ സ്റ്റഡീസിലൊക്കെ ഡീറ്റെയിൽ എടുത്ത, പാപം ചെയ്ത ആ മൊമെന്റിൽ യേശുവുമായിട്ടുള്ള കണക്ഷൻ ഡിറ്റാച്ചായി. മുടിയൻ പുത്രൻ പുറത്തു പോയ സമയത്ത്, അല്ലെങ്കിൽ മടങ്ങി വന്ന സമയത്ത് ആ അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഈ മകനായിരുന്നു, പക്ഷെ ഒരു വാക്ക് ഉപയോഗിക്കണ്ടേ, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കുന്നു. സെയിം തിങ് വിൽ ഹാപ്പൻ ടു അസ്. യേശുവിൻ്റെ പാപം ചെയ്യുന്നത് എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ, പാപം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് യേശുവുമായിട്ടുള്ളൊരു ബന്ധമില്ല, ഔട്ട്. പിന്നെ വരാം, മാനസാന്തരപ്പെട്ട് തിരിച്ച് അറ്റാച്ച് ആവാം. ഹല്ലേലൂയ. ഇനി ഒരു കാര്യമുണ്ട്. ഈ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായമുണ്ടല്ലോ, 15-ാം അധ്യായത്തിൽ ആ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. പിതാവ് തോട്ടക്കാരൻ, യേശു മുന്തിരിവള്ളി, നമ്മളൊക്കെ കൊമ്പ്, അല്ലേ? അവിടെ ബലം കായ്ക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷം 15-16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ബലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ബലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. അടുത്ത വാക്യം അത് നമ്മൾ അത്രയും പഠിക്കാൻ, അടുത്ത വാക്യം എന്തായിരിക്കും? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. 17-ാം വാക്യം അങ്ങനെയാണ് എഴുതിയത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത്. അവിടെ നമ്മൾ ഗ്രീക്ക് നോക്കിയാൽ അഗപ്പയ്ക്ക് വേണ്ടി, നിങ്ങളിൽ അഗപ്പ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഏതാ? 16-ാം വാക്യം. അപ്പം ശരിക്കും പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 15-16 ബലം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ബലം അഗപ്പയാണ്. അത് ഞാൻ അതും ബൈബിൾ സ്റ്റഡിയിൽ ഒത്തിരി പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ്. അത് മത്തായി സുവിശേഷം 28-മായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. പിന്നെ വേറൊരു ലോജിക്കൽ റീസൺ കൂടി പറയാം. സപ്പോസ് നമ്മൾ ബലം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചൊരു ആത്മാവിനെ നേടുവാന്ന് കൂട്ടിയോ, ഓക്കെ, അതിൻ്റെ പിക്ചറൈസേഷൻ, അതിൻ്റെ പോർട്രേറ്റ് ചെയ്തേക്കുന്നതിനനുസരിച്ച് ഒരു വിശ്വാസി പുതിയതായിട്ട് വന്നാലും അവൻ ബലമല്ല, പകരം കൊമ്പ, അല്ലേ? അതായത് പിതാവ് തോട്ടക്കാരൻ, യേശു മുന്തിരിവള്ളി, നമ്മൾ ഓരോരുത്തരും കൊമ്പുകൾ. ഇനി നമ്മളായിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു പുതിയ വിശ്വാസി വന്നാലും അവൻ ഒരിക്കലും ബലമല്ല, വേറൊരു കൊമ്പ, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം 15-16 പറയുന്ന കാര്യം ആത്മാവിന്റെ ബലമാണ്. ഇനി ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ഈ പത്രോസിന്റെ ഈ കാര്യമായിട്ട് ലീഗൽ പ്രശ്നം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഈ 15-4 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളിലും വസിക്കും, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ.
ഇപ്പോൾ പത്രോസിന്റെ സ്റ്റാറ്റസ് എന്താ? ഹീസ് ഔട്ട്. പത്രോസിനെ യേശുവിനെ ഡിറ്റാച്ച് ചെയ്തിട്ട്, യേശുവിലല്ല വസിക്കണം, സ്വന്തം ഇഷ്ടപ്രകാരം പോവുക ചെയ്തേ. ഹല്ലേലൂയ. അങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് ഇവിടെ എന്താ ഇങ്ങനെ കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ അഗപ്പെ ഉണ്ടാകത്തില്ല. അപ്പോൾ പത്രോസിന് ഒരിക്കലും ഒരു കാരണവശാലും അഗപ്പെ ഉണ്ടാവത്തില്ല. ആമേൻ. ഹല്ലേലൂയ. വളരെ വ്യക്തമായത്. ഹല്ലേലൂയ. നമ്മളോട് ഓരോരുത്തരും ചോദിക്കും, ഡു യു ഹാവ് അഗപ്പെ? പ്രിയ ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. വെറുപ്പിച്ചിട്ട് ഒരു മനുഷ്യനെയും അടുപ്പിക്കാതെ, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ കാണിച്ചു നടക്കാനൊന്നുമില്ല. വി മസ്റ്റ് ഹാവ് അഗപ്പെ. അതിനാ വിളിച്ചത്. ഹല്ലേലൂയ. മേ ബി നമ്മുടെ സ്വഭാവമായിട്ട് ഒരു ബന്ധമില്ലായിരിക്കാം, പക്ഷേ ഹല്ലേലൂയ, ആ യേശുവാകുന്ന ചർച്ചിൽ ആ മുന്തിരിവള്ളിയിൽ വസിക്കാൻ റെഡിയാണോ? ആമേൻ. വസിച്ച് അഗപ്പെ തന്നെ ഉണ്ടാവണം. ഹല്ലേലൂയ. ഇനി വേറെ കേസ് ഞാൻ പറയാം. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, മനുഷ്യനല്ലേ പാപങ്ങളൊക്കെ വന്നു പോകും. പാപം വന്നാൽ എന്ത് സംഭവിക്കണേ? വി ആർ ഔട്ട് ഫ്രം ജീസസ്. ഇനിയും അഗപ്പെ ഉണ്ടാവണമെങ്കിൽ എന്താ പറയണേ? അല്ലെങ്കിൽ ബലം ഉണ്ടാകണമെങ്കിൽ എന്താ പറയുന്നത്? യേശുവിൽ വസിച്ചേ പറ്റൂ. ഇനി ഞാൻ പറയാം, ശരിയാണ്, നമ്മൾ പാപം ചെയ്തു, യേശുവായിട്ട് കൺഫ്യൂസ് ചെയ്തു, പിന്നെയും ടച്ചായി, പിന്നെ അറ്റാച്ചായി, പിറ്റേ ദിവസം പിന്നെയും പാപം ചെയ്തു, ഡിറ്റാച്ചായി, പിന്നെയും കൺഫ്യൂസ് ചെയ്യുന്നു, അറ്റാച്ചായി, ഡിറ്റാച്ച്, അങ്ങനെയുള്ള അവസ്ഥ വരിക. ഇനി ഒരു ചെടിയിൽ ബഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ബഡിങ് സിസ്റ്റം ഇല്ലേ, ഒരു ചെടി വേറെ ചെടിയായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് അത് അതിൻ്റെ പാർട്ടായി മാറുന്നൊരവസ്ഥ. ഈ അറ്റാച്ച് ചെയ്ത് ഡിറ്റാച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ബഡ് ചെടി എപ്പോഴെങ്കിലും ഫലം കായ്ക്കുമോ? ഇല്ല, ഫലം കായ്ക്കില്ല. ജന്മത്ത് ഫലം കായ്ക്കില്ല. അവൻ്റെ എൻ്റെ ലൈഫ് 80 വർഷം ജീവിച്ചാലും അവൻ അവസാനം അകപ്പില്ലാതെ നരകത്തിൽ പോവുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ യേശു ഡിസൈൻ ചെയ്ത സിസ്റ്റം യേശുവിൽ തന്നെ വസിക്കാനാ. തന്നെ വസിച്ചേ പറ്റൂ. വസിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് കുറച്ച് കഴിയുമ്പം അവൻ അകപ്പെ പുറപ്പെടും. ഇറ്റ് വിൽ ടേക്ക് ടൈം, ബട്ട് ഇറ്റ് മസ്റ്റ് ഹാപ്പൻ. ഇറ്റ് വിൽ ഹാപ്പൻ ഡെഫിനറ്റ്ലി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ സമ്മറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം യേശു പത്രോസിന് ഒരു കാര്യം ചോദിച്ചു. ആട്ടെ പത്രോസേ, നിനക്ക് അകപ്പില്ലെന്ന് എനിക്ക് മനസ്സിലായി. പത്രോസും അകപ്പെ ഉണ്ടെന്ന് പറയണില്ല, ഫീലിയോ ഉണ്ടെന്ന് പറയുള്ളൂ. ഓ ഹല്ലേലൂയ. പത്രോസിനോട് ചോദിക്കണം, ഈ പറയുന്ന ഫീലിയോ എങ്കിലും നിനക്കുണ്ടോ? ഈ പറയുന്ന പ്രിയമെങ്കിലും എന്നോട് ഇച്ചിരെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ദിസ് ഈസ് വാട്ട് ജീസസ് റിയലി ആസ്ക്ഡ് പീറ്റർ. പത്രോസ് തകർന്നു പോയി. പത്രോസിന് മനസ്സിലായി പ്രശ്നം. ഓ ഹല്ലേലൂയ. പിതാവേ, നീ സകലതും അറിയുന്നു. ഓ, എനിക്ക് നിന്നോട് ഉണ്ടെന്നൊക്കെ അറിയുന്നു. ഹല്ലേലൂയ. അതിനുശേഷം ഞാൻ അതിനെടുത്ത് വായിപ്പിക്കുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. യേശു ഒരു കാര്യം പറയുന്നുണ്ട്. നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ അരകെട്ടി നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നടന്നു. ശരിക്കും പത്രോസ് എന്താ ആക്ച്വലി മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ചെയ്തത്? പത്രോസ്, he was so determined to do fishing and he has invited others, and അവരും പോയി, അല്ലേ? അരകെട്ടി താല്പര്യപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം നടന്നില്ലേ? ഓ പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ വലിയ ബുദ്ധിയെന്നോർത്ത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്ലാൻ ചെയ്തു പോകുന്നുണ്ടല്ലോ. ഒരു പക്ഷേ ദൈവത്തിന് മുമ്പിൽ ഹല്ലേലൂയ ഇതുപോലെ ആയിരിക്കും. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവം ആമേൻ അവിടെ പത്രോസിന് ശരിക്കും പറ്റിയെന്നാണെന്നറിയോ? അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്ന എന്താണെന്നറിയാവോ? ആമേൻ. ദാവീദ് എന്താ നമ്മളെ കാണിക്കുന്നറിയാവോ? ദാവീദ് വളരെ ഈഗർലി പ്രാർത്ഥിക്കും, ദൈവമേ, എനിക്ക് നിന്റെ സത്യത്തിൽ തന്നെ എന്നെ നടത്തണമേ, വഴി എന്നെ കാണിക്കണമേ. പലപ്പോഴും നമുക്കിഷ്ടമുള്ള വഴി, അത് പക്ഷേ പാപത്തിൻ്റെ വഴിയാണെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്കിഷ്ടമുള്ള വഴി നമ്മുടെ സ്വന്തം ബുദ്ധിയിലാ പോണെങ്കിലുണ്ടല്ലോ, ഇറ്റ് eventually deviate the track. It eventually deviate and you are going your own way. Hallelujah. Ultimately ഈ കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരുതരം പാറക്കഷ്ണമാണ്. നമ്മൾ യേശുവാകുന്ന ആ പാറയിൽ അറ്റാച്ച് ചെയ്ത് ആ ചർച്ചിൻ്റെ മെമ്പർ ആകണം. അല്ല എങ്കിൽ നമ്മുടെ സ്ഥാനം പോക്ക് വാ പൊളിച്ചിരിക്കുന്ന പാതാളത്തിലോട്ട്. പലപ്പോഴും യേശു ഇങ്ങനെ വന്ന് എടുത്തിട്ടുണ്ട്. എന്നെ പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തെ ആമേൻ ഈ ഒരു കൺസെപ്റ്റിൽ യേശുവിന് വ്യക്തമായ പർപ്പസ് ഉണ്ട്, യേശുവിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് നമ്മളെ ഓരോരുത്തരെ കുറിച്ച്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു അതിനുശേഷം പത്രോസിനോട് പറയുന്ന കാര്യമുണ്ട്, ഫോളോ മീ. ആ 21-ാം അധ്യായത്തിൽ
പിന്നെ എന്നെ വന്ന് അനുഗമിക്കുക എന്നൊരു വാക്ക് പറയുന്നുണ്ട്. 19-ന്റെ 2-ാം വാക്യം. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചത് അവനെ അനുഗമിക്കാനാണ്. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഈ പാപവും അല്ലാത്ത കാര്യം മാത്രമൊന്നുമല്ല, നമ്മുടെ എൻ്റെ ജീവിത രീതി, എല്ലാ പ്ലാനിങ്, ആത്മീയ, ഭൗതിക, ബാക്കിയുള്ള സോഷ്യൽ പരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായ, തൊഴിൽ സംബന്ധമായ, കുടുംബപരമായ, എല്ലാ ബന്ധങ്ങളും, എല്ലാ ഇടപാടുകളും ഒക്കെ ദൈവത്തിന് മുമ്പിൽ വെച്ചിട്ട് ദൈവം പറയുന്ന പാതയിൽ വിളിക്കാൻ അല്ലെങ്കിൽ നടക്കാനാണ് നമ്മളെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത്. പക്ഷേ അത് പലപ്പോഴും ഇത് ഭയങ്കര പാടാണ്. അവസാനം ഒരൊറ്റ കേസ് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 121-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഒരു കാര്യം നമ്മൾ കാണുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല. ആരെയാ സമ്മതിക്കാത്തേ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഭൂമിയിൽ നിന്ന് വരും. ആര് യേശുവുമായിട്ടുള്ള ബന്ധം ആഗ്രഹിക്കുന്നുവോ അവർക്ക് മാത്രമേ, if you are really genuinely true and serious about your relation with Jesus Christ, and if you really want to have that relationship, you must pray this prayer. നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ കാൽ വഴുതാതെ നിർത്തണമേ. എന്തിനാ ദാവീദ് അത്ര പാടുപെട്ട് പ്രാർത്ഥിച്ചെന്നറിയാവോ? അവൻ്റെ വഴി തന്നെ ഇതിനു വേണ്ടി, ടു കീപ് ദാറ്റ് റിലേഷൻഷിപ്പ്. ദാവീദിന് അറിയാം അതാണ് ഏറ്റവും വാല്യുബിൾ, അതാണ് അവനെ യഥാർത്ഥമായി നിത്യതയിലോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയ ദൈവമക്കളെ, ഞാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തു എന്നറിയാം. പക്ഷെ ദൈവം വളരെ വ്യക്തമായി സഭയോട് പറയുവാനും പറഞ്ഞ് ഏൽപ്പിച്ചത് കൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി പലപ്പോഴും ഞങ്ങൾ അങ്ങയാകുന്ന പാറയിൽ നിന്ന്, അങ്ങാകുന്ന ആ മുന്തിരിവള്ളിയിൽ നിന്ന് ഞങ്ങളെ തന്നെ പറിച്ചു മാറ്റി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടന്നപ്പോഴും അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ പൊക്കിയെടുത്തിട്ടുണ്ടല്ലോ, ഞങ്ങളെ ബുദ്ധി ഉപദേശിച്ചിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ നിന്ന് മാറിപ്പോയാൽ ഞങ്ങളുടെ പോക്ക് പാതാളത്തിലോട്ട്. പലപ്പോഴും കർത്താവ് ഞങ്ങളത് അറിഞ്ഞും അറിയാതെയും പാപം ചെയ്തിട്ടുണ്ട്, അങ്ങിന്ന് ഡിറ്റാച്ച് ആയിട്ടുണ്ട്. സ്വർഗീയ പിതാവേ, ഞങ്ങളോട് കനിവ് തോന്നണമേ, എന്നോട് കനിവ് തോന്നണമേ, ഈ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും കനിവ് തോന്നണമേ. ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാകുന്നുവല്ലോ. കർത്താവേ, അങ്ങ് നല്ലവനും നേരുള്ളവനുമാണ്. പാപികളെ നേർവഴി നടത്തുന്ന ദൈവമാണ്. കർത്താവേ, അവിടുന്ന് തന്ന വചനത്തിനായി സ്തോത്രം. ഈ വചനം ഞങ്ങൾ നിത്യത വരെയും എത്തിക്കുമാറാകട്ടെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സഹായിക്കണം. എല്ലാ യേശുവിനകത്ത് പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം പറയണമേ. സമയം തന്ന പാസ്റ്ററോടും ചർച്ചിനോടും നന്ദി അറിയിച്ചുണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.